ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ഗേസ്. അങ്ങനെ നമ്മൾ കുറേ നാളുകൂടി ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പോകട്ടോ. നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലൂ സ്മാർട്ടിൻ്റെ ക്യാബ് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് മെട്രോയിലേക്ക്. എന്നിട്ട് നമ്മൾ അവിടുന്ന് നേരെ കലാശപ്പാളയത്തു നിന്ന് നമ്മൾ ബസ് ബുക്ക് ചെയ്തിട്ടില്ല. ബസ് നമ്മൾ അവിടെ പോകുന്ന വഴിക്ക് ബുക്ക് ചെയ്യാമെന്ന് ഓർത്ത് ഗേസ്. ലേറ്റ് ആവുകയാണെങ്കിൽ ബുക്ക് ചെയ്യാതെ തിരിച്ചെങ്കിൽ പോരല്ലോ. ഇപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് പോയിട്ടുണ്ട് ഗേസ്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ബ്ലൂ സ്മാർട്ടിൻ്റെ ക്യാബ് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടാറ്റ വരുമോ സിട്രോൺ വരുമോ എന്ന് അറിഞ്ഞൂടാ ഗേസ്. ഗേസ് നമ്മുടെ ജാക്സൺ ബ്രോ ഇവിടെ നിൽപ്പുണ്ട്. നമുക്ക് സിട്രോൺ വരുമോ? നമ്മൾ ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവർമാർക്ക് അവർക്ക് സിട്രോൺ വിടണ്ടേ? ഇപ്പം നമ്മൾ പുള്ളി വന്നു കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് രാവിലെ ഡ്രൈവേഴ്സ് ആണ്. അതെ അതെ, അതൊരു ഭയങ്കര സർവീസ് ആയിരിക്കും പുള്ളിക്ക്. നമ്മൾ തന്നെ നമ്മുടെ ക്യാബ് ബുക്ക് ചെയ്ത് പോകുമ്പോൾ അതിന്റെ ഒരു സുഖമല്ലേ. കാരണം നമുക്കറിയാം നമ്മുടെ കംഫർട്ട് ലെവല്. അപ്പം നമുക്ക് കുറച്ച് പൈസ കൂടുതൽ കൊടുത്താൽ നമുക്ക് കംഫർട്ടാണ് വേണ്ടത്. അതെ 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 ഗൈസ്. നമ്മള് രാവിലെ ഹബി പോയി വണ്ടി മേടിക്കുമായിരുന്നു. എങ്ങനെയെങ്കിലും പറഞ്ഞ് സിട്രോൺ മേടിക്കാമായിരുന്നു. ഇതിപ്പോ കുഴപ്പമില്ല, ടാറ്റ വന്നാലും കുഴപ്പമില്ല, സെറ്റ് കുഴപ്പമില്ല. കാരണം നമ്മളിപ്പോ കസ്റ്റമർ ആണല്ലോ. അതെ അതെ, നമ്മൾ കസ്റ്റമർ അവരെങ്ങനെ നമ്മളോട് ബിഹേവ് ചെയ്യുന്നതും കൂടെ നിങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ ചെയ്യുന്ന ജോലി ഞങ്ങള് മലയാളി ഡ്രൈവർ വരുമോ എന്തോ അല്ലേ, നമ്മുടെ ഫ്രണ്ട്സ് വല്ലതും വരുന്നോ എന്താണെന്നൊന്നും അറിഞ്ഞൂടാ കേസ്. നമ്മൾ അതിന്റെ ഒരു ക്യൂരിയോസിറ്റിയിലാണ്. നമ്മൾ ബ്ലൂ സ്മാർട്ടിൽ എപ്പോഴും ഇത്ര നാൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കേസ് ബുക്ക് ചെയ്ത് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ നോക്കട്ടെ, ഞങ്ങൾ ചെക്ക് ചെയ്യുവാണ്. കാരണം അത് നിങ്ങളും കൂടെ കാണണോ സംഭവം. അതെ അതെ അതെ, എങ്ങനെയാണ് കസ്റ്റമറോട് അഫ്സല് വല്ലതും വരുമോ? ആരാന്നറിയാൻ പാടില്ല കേസ്. അഫ്സലായിരിക്കോ, വണ്ടി വരുള്ളൂ, ആഷിക്കായിരിക്കോ, ആരും അറിയില്ല. ആരും അറിഞ്ഞൂടെ കേസ്. ഞങ്ങൾ ഫുള്ള് ക്യൂരിയസിലാണ്. ഇനി വേറെ വല്ല സർജാപുര ഹബിലെ വല്ല ഡ്രൈവർമാരാണോ അറിയത്തില്ല, സിദ്ധാപുരയിൽ നിന്ന് തന്നെ വരുമോന്ന്. എന്താ നമ്മുടെ വണ്ടി ഇതാ വരുന്നുണ്ട്. ഒരു മാസ് ബീജം വരുമോ ഗൈസ്? ലൈറ്റൊക്കെ ഇട്ടാണ് പൊളിച്ച് വരുവാ. സംഭവം അടിച്ച് വരുന്നുണ്ട് ഗൈസ്. സംഭവം സെറ്റായിട്ടുണ്ട്. ഹലോ ഭയ്യ. വണ്ടി എന്താണെങ്കിലും തിരിക്കുന്നുണ്ട്. പുള്ളി ജാക്സൺ കേട്ടോ പുള്ളീനെ ഗൈഡ് ചെയ്യുന്നത്. ഓ ഗൈസ്, DL വണ്ടിയാണ്, കുറച്ച് തിളക്കൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, സെറ്റ് നമ്മുടെ വണ്ടിയില്ലേ. അപ്പം അങ്ങനെ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. നമ്മളിനി തിരിച്ച് നാട്ടിലേക്ക് പോകണം ഗൈസ്. ഓക്കെ ബൈ. അപ്പോൾ ഓൺ ദ വെയിലാണ് ഗൈസ്. നമുക്ക് ടാറ്റ വന്നത് കുഴപ്പമില്ല, സെറ്റ് ടാറ്റ. ഇതാ കേട്ടോ നമ്മുടെ മച്ച സിദ്ധാപുര ഹബ്ബിൽ തന്നെയല്ലേ തുമാര ഹബ്ബ്? സിദ്ധാപുര ഗൈസ് നമ്മളെ സെയിം ഹബ്ബാണ്, പക്ഷെ നേരത്തെ പരിചയപ്പെട്ടിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് പരിചയപ്പെടുന്നത്. എന്നാ ഓ ഗൈസ്, അടിപൊളി പേരാ, വലിയ സംഭവം. യുവർ ഹോം ടൗൺ? മഹാരാഷ്ട്ര. ഓ ഗൈസ്, മഹാരാഷ്ട്രയിലുള്ള ആളാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പുള്ളി കിടിലൻ ഡ്രൈവറാണ് കേട്ടോ. നമ്മളിന്ന് 5 സ്റ്റാർ ഇട്ട് കൊടുക്കും. ഓ മപ്പ് ഡ്രൈവറാണ് കേട്ടോ, സീൻ ഡ്രൈവിങ്. അങ്ങനെ നമ്മൾ മെട്രോ എത്തിയിട്ടുണ്ട്. ഓക്കെ ബൈ ഭയ്യ, ബൈ ബൈ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ മെട്രോ എത്തിയിട്ട് നമ്മൾ തിരിച്ച് മെട്രോയിലേക്ക് പോയാൽ നമ്മളെ മച്ചാനുണ്ട് അടിപൊളിയൊക്കെ കൊണ്ടുവിട്ടു. ഓ ഗൈസ്, ഇനി ഈ ലഗേജൊക്കെ എടുത്തിട്ട് നമ്മൾ മേളിലേക്ക് പോകണം. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി എന്ന് മെട്രോ കൊണ്ട് വെയിലാണ് ഗൈസ്. സംഭവം എത്തി. നമ്മുടെ മെട്രോ പറപ്പിച്ച് വരുന്നുണ്ട് കേട്ടോ. ഇതിന് നമ്മൾ നേരെ മജസ്റ്റിക്ക് പോകണം. മജസ്റ്റിക്കിൽ നിന്ന് മെട്രോ മാറി കയറണം. അങ്ങനെ കേട്ടോ അതിൻ്റെ സ്കീം. സംഭവം ഗൈസ് വലിയ തിരക്കൊന്നുമില്ല. അകത്തിരിക്കാൻ സീറ്റുണ്ടെന്ന് തോന്നുന്നു. സീറ്റുണ്ടെങ്കിൽ രക്ഷപ്പെട്ടില്ലെങ്കിൽ തോന്നുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ കലാശപ്പാളയം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇനി ബസ് ബുക്ക് ചെയ്യണം. ഇവിടുന്ന് 8:30 ഒരു വണ്ണസ് ട്രാവൽസ് ഉണ്ടെന്ന് തോന്നുന്നു. അത് കിട്ടുമെന്ന് അറിഞ്ഞൂടാ. അത് കിട്ടുവാണെങ്കിൽ നല്ല ബസ്സായിരുന്നു ഗൈസ്. സംഭവം എന്താണെങ്കിലും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം കലാശപ്പാളയത്ത് നമ്മൾ സൂക്ഷിക്കണം ഗൈസ്. ഇവിടെ ഫുള്ള് കള്ളന്മാരുള്ള സ്ഥലം കേട്ടോ. അപ്പം നിങ്ങൾ അയ്യോ മീ നമ്മുടെ ബസ് ഇതാ കേട്ടോ. നമുക്ക് ഈ ഒരു ബസ്സാണ് കിട്ടിയിട്ടുള്ളത്. യാത്രാ ബസ്സാണ് കേട്ടോ. അപ്പോൾ നമ്മളതിന് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ബസ്സാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളൊരു യാത്രാ ബസ്സാണ്. സംഭവം ഐഷറിൻ്റെ വണ്ടിയാണ് കേട്ടോ. വോൾവോ ഐഷറും വോൾവോ ഇപ്പോൾ കൊളാബായത് കാരണം അവരതിൽ വോൾവോയുടെ സിമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇതാ കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ബസ്. കുഴപ്പമില്ല, അത്യാവശ്യം വൃത്തിയുള്ളൊരു ബസ്സാണ് കേട്ടോ. നമ്മുടെ സീറ്റ് അവിടെയാണ്. ഇവിടെയൊക്കെ സീറ്റുണ്ട്. സംഭവം ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് സീറ്റുണ്ട്. നമ്മളെന്താണെങ്കിലും മേളിൽ കിടക്കുന്നത് കേട്ടോ. ഇത് അത്യാവശ്യം വൃത്തിയുള്ള നല്ലൊരു ബസ്സാണ് കേട്ടോ. സംഭവം എനിക്കെന്താണെങ്കിലും ഇഷ്ടപ്പെട്ടു. സെറ്റായിട്ടുണ്ട്. യാത്രാ ബസ് നേരത്തെ ഇത് വൃത്തിയില്ലാത്ത ബസ്സായിരുന്നു പഴയതൊക്കെ. പക്ഷേ ഇപ്പോൾ ഇവരുടെ ബസ്സൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. നമ്മളെന്താണെങ്കിലും സീറ്റിൽ കയറി. അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. AC ഉണ്ട്. സംഭവം AC ആണ്. പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്കിവിടെ ചില്ലായിട്ട് കിടക്കാം ഗൈസ്. AC ഉണ്ട്. ഇപ്പോൾ ലൈറ്റ് വർക്ക് ചെയ്യാൻ നോക്കട്ടെ. ഇപ്പോൾ ലൈറ്റ് അവരവിടെ എന്താ ഗൈസ് വർക്ക് ആവുന്നില്ലല്ലോ. കുഴപ്പമില്ല. സംഭവം എന്താണെങ്കിലും സെറ്റായിട്ടുണ്ട്. ഫോൺ വെക്കാനുള്ള സ്ഥലമുണ്ട്, ചാർജ് കുത്താനുള്ള സ്ഥലം അവിടെയുണ്ട്. എല്ലാം സെറ്റ് ഗൈസ്. അടിപൊളി ബസ്. ഓക്കെ സെറ്റപ്പ്. ഇനി നാളെ
ഓക്കെ ഗേസ്, അപ്പോൾ ഞാൻ ഇനി പോകുന്ന വഴിക്കുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. ബസ്സിൽ കയറിയപ്പോൾ ഇപ്പോൾ 9:15 രാവിലെ ഒരു 9:30 ആകുമ്പോഴത്തേക്ക് തിരുവല്ല ബസ് എത്തുമെന്നാണ് അതിൽ കാണിച്ചത്. സംഭവം നമുക്ക് പത്തനംതിട്ട വരെയുള്ള ബസ്സൊക്കെ തീർന്നു പോയി ഗേസ്. ഞാനപ്പോൾ സഡൻലി നാട്ടിലോട്ട് വരാൻ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ നാളെ പോകാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇന്ന് തന്നെ പോരാമെന്ന് വിചാരിച്ച് മെട്രോയിൽ നമ്മൾ എത്തിയപ്പോഴത്തേക്കും പത്തനംതിട്ടയ്ക്കുള്ള ബസ്സൊക്കെ 8 മണി സമയത്തായിരുന്നു. അപ്പോൾ നമ്മൾ കലാശപ്പാളയം എത്താറായപ്പോഴത്തേക്കും പത്തനംതിട്ട എന്നുള്ള കലാശപ്പാളയത്തു നിന്നൊക്കെ ബസ് എടുക്കാറായി. അപ്പോൾ നമുക്ക് കലാശപ്പാളയത്തു നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റില്ല, മടിവാളയെന്നേ പിന്നെ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം നല്ല ബസ്സൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ യാത്രാ ബസ് പൊട്ട ബസ്സായിരിക്കുമെന്ന് ഓർത്തിട്ട് ബുക്ക് ചെയ്തതാണ്. പക്ഷേ ബസ് വന്നു കഴിഞ്ഞപ്പോൾ സീറ്റൊക്കെ കണ്ടില്ലേ, സംഭവം നല്ല നീറ്റ് പുതിയ ബസ്സാന്ന് തോന്നി, നല്ല വൃത്തിയുള്ള നല്ല ബസ്. ഓക്കെ, അപ്പം നമുക്കിനി എന്താണെങ്കിലും തിരുവല്ല പോകുന്ന വഴിയിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ നമ്മൾ സുഖം ഒരു ഉറക്കം ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ നേരം വെളുത്ത് എണ്ണിച്ച് നോക്കുമ്പോഴത്തേക്ക് കൊച്ചി എടപ്പള്ളി എത്തിയിട്ടുണ്ട്. നമുക്ക് ഇന്നലെ കിട്ടിയിട്ടുള്ളൊരു ബെഡ് 2 പേർക്ക് കിടക്കാനുള്ളതായിരുന്നു കേട്ടോ. ഇവിടെയും കൂടെ വേണമെങ്കിൽ ഒരാൾക്ക് കിടക്കാനുള്ള ഇടയുണ്ട്. പക്ഷെ ഭാഗ്യത്തിൻ്റെ ആരും അവിടെ വന്നില്ല കേസ്. അതുകൊണ്ട് നമ്മൾ സുഖമായിട്ട് നീണ്ടു നിവർന്ന് കിടന്നുറങ്ങി. സുഖം ഉറക്കമായിരുന്നു കേസ്. കിട്ടിലും ഡ്രൈവർ സ്മൂത്ത് ഡ്രൈവിംഗ് ആയിരുന്നു തോന്നുന്നു. ഞാൻ ഒന്നും അറിഞ്ഞില്ല. രാവിലെ എണ്ണിച്ച് നോക്കുമ്പോൾ നേരെ നമ്മൾ കൊച്ചി എത്തിയിട്ടുണ്ട്. അതാണ് നമ്മൾ കാണുന്നത് കേസ്. ഇവിടെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല നീറ്റ് സിറ്റി, ബാംഗ്ലൂർ പോലെയല്ല, ഫുള്ള് വൃത്തി. എല്ലാ ആൾക്കാരും നല്ല ഡിസിപ്ലിനോടുകൂടി വണ്ടി ഓടിക്കുന്നു, സെറ്റ്. അപ്പോൾ ഞാനെന്താണെങ്കിലും കുറച്ച് നേരം പുറത്തെ കാഴ്ചയൊക്കെ കണ്ടിരിക്കട്ടെ ഗൈസ്. കൊച്ചി കാണാൻ എന്നാ ഒരു ബ്യൂട്ടിയാണ് ഗൈസ്. നോക്കൂ, വണ്ടിയൊക്കെ നല്ല ഡിസിപ്ലിനോടുകൂടി ഗ്യാപ്പിട്ട് ഓടിക്കുന്നു. ഇത്ര നാൾ ബാംഗ്ലൂർ കിടന്ന് വണ്ടി ഓടിച്ചിട്ട് വന്ന് കാണുന്നതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. എനിക്ക് സംഭവം ഭയങ്കര നീറ്റായിട്ട് തോന്നുന്നു ഗൈസ്. സോ ഇവിടെ ഇത്രയും നല്ല സ്ഥലം ഉണ്ടായിട്ട് നമുക്ക് ബാംഗ്ലൂർ അവിടെ പോയിട്ട് അമ്മമാരുടെ ഇടയിൽ അവർക്ക് ഉടച്ച് വിട്ടൊരു ജോലി ചെയ്യേണ്ട അവസ്ഥയാണല്ലോ. സംഭവം എന്താണെങ്കിലും സെറ്റായിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. വാവൂ, നമ്മുടെ കൊച്ചി ലുലു മാൾ സംഭവം സെറ്റായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെത്തി ഐശ്വര്യമായിട്ട് നമ്മുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ടയും ബീഫും ഓർഡർ ചെയ്തു ഗൈസ്. ഏതാ ബീഫ്? എത്ര നാളായി നല്ലൊരു ബീഫ് ഫ്രൈ കഴിച്ചിട്ട്. സംഭവം ഞാൻ ആണെങ്കിലും പിടക്കട്ടെ ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട്. നാട്ടിലെത്തിയിട്ട് രാവിലെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട് ഗൈസ്. ഉച്ചയ്ക്ക് നമ്മൾ എണ്ണീച്ചിട്ട് നമ്മുടെ നേരത്തെ ഉണങ്ങിപ്പോയ പൂവൊക്കെ ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. സംഭവം ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്, എന്താ അവസ്ഥയെന്ന്. അപ്പോൾ നമ്മുടെ വീട്ടിലെ പൂവൊക്കെ ഇപ്പോൾ നൈസായിട്ട് തിരിച്ച് ഓണായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഇത് ഉണങ്ങിപ്പോയിരുന്നു. ഇത് സീസണിൽ മാത്രമേ വർക്കാവുള്ളൂ, വർക്കല്ല കായ്ക്കുള്ളൂ, പൂക്കുള്ളൂ. പിന്നെ നമ്മുടെ ഇവിടുത്തെ ചുവന്ന പൂവുണ്ട്. ചുവന്ന പൂ സംഭവം സെറ്റായിട്ടുണ്ട്, ചുവന്നുണ്ട്. പിന്നെ ഗൈസ് അവിടെ മീനുണ്ട്. മീൻ എന്തായി അവസ്ഥ നോക്കാം ഗൈസ്. പൂവൊക്കെ ഇങ്ങനെയുണ്ട് ഗൈസ്. സംഭവം നൈസായിട്ട് വന്നിട്ടില്ലേ. ഇവിടുത്തെ ഇതൊക്കെ ഉണങ്ങിപ്പോയത്. അപ്പോൾ എല്ലാം തിരിച്ച് വീണ്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയില്ല, എന്നാലും ഏറെക്കുറെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ മീൻ എന്തായി അവസ്ഥ നോക്കാം ഗൈസ്. അവിടെ നമ്മുടെ വണ്ടി കിടപ്പുണ്ട് കേട്ടോ. അത് ചേട്ടൻ്റെ വണ്ടിയാണ്. നമ്മുടെ വണ്ടി എടുത്തിട്ട് അച്ഛൻ എവിടെയോ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കൊണ്ടിട്ട് ഇവിടെ ആക്കി ഗൈസ്. മീൻ അതിൻ്റെ അകത്തുണ്ട് ഗൈസ്. സംഭവം നോക്കിയാൽ ദൂരേന്ന് നോക്കിയാൽ കാണാം, അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് അത് മുങ്ങിപ്പോകും. സംഭവം റെഡ് തിലോപ്പിയ കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അവിടെ ഉണ്ട്. നമുക്ക് എന്താണെങ്കിലും അടുത്തോട്ട് നൈസായിട്ട് സൗണ്ട് ഉണ്ടാക്കാതെ പോയി നോക്കാം. സൗണ്ട് ഉണ്ടാക്കി പോയി കഴിഞ്ഞാൽ അത് പോകും. അപ്പോൾ ഗൈസ് അതൊക്കെ മുങ്ങിപ്പോയി. എന്താണെങ്കിലും ഇതിൻ്റെ അകത്ത് കുറേ റെഡ് തിലോപ്പിയ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ ചെറിയ മീനുണ്ട്, അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മളെന്താണെങ്കിലും വീട്ടിൽ വന്നിട്ട് എത്തിയുള്ളൂ ഗൈസ്. അപ്പം നമുക്ക് എന്താണെങ്കിലും ഈ വണ്ടി എടുത്ത് ഒരു റൗണ്ട് പോകാം ഗൈസ്. ഈ വണ്ടി എടുത്ത് ഒരു റൗണ്ട് പോയിട്ട് ഈ വണ്ടി ഉണ്ടോ ഗൈസ്. ഇതിൻ്റെ ടയറൊക്കെ കണ്ടില്ലേ, വലിയ ടയറാണ്. ഇതവിടെ നോക്കൂ, അവിടെ വലിയ ടയറാണ്. പിന്നെ നമ്മൾ നോക്കുമ്പം ഇപ്പോൾ ഗൈസ് വണ്ടിയൊക്കെ കുറച്ച് പൊടിയുണ്ട്. ഇതിൻ്റെ ഓണർ കണ്ടു കഴിഞ്ഞാൽ അവൻ അറ്റാക്ക് വരും. അപ്പോൾ എന്താണെങ്കിലും വണ്ടി ഇതാ ഗൈസ് അവസ്ഥ. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഡിക്കിയിൽ നോക്കുമ്പോഴത്തേക്ക് വലിയ സ്പീക്കറൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം സെറ്റാണ്. നമ്മളിവിടെ നാട്ടിലൊക്കെ വരുവാണെങ്കിൽ ഇടയ്ക്ക് ഒരു റൗണ്ട് എടുത്ത് അടിക്കാൻ ഇത് പിടപ്പ് സാധനമാണ്. നമ്മുടെ വീട്ടിലെ വണ്ടി ആക്ച്വലി വാഗണറാണ്. അതിപ്പോൾ ഇവിടെ ഇല്ല ഗൈസ്. അതെടുത്തിട്ട് അച്ഛന് എവിടെയോ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് എപ്പോഴും അവിടെ ആയിട്ടോ ഇടല്. അവിടെ കവറൊക്കെ ഇട്ടിട്ട് നമ്മൾ അവിടെയാണ് ഇടല്. ഇപ്പം ഇവൻ്റെ വീട്ടിൽ കൺസ്ട്രക്ഷൻ നടക്കുന്ന കാരണം ഇവിടെ ഇട്ടിരിക്കുന്നതാണ്. ഇപ്പം ഞാൻ വന്നപ്പോൾ ഞാൻ കവറൊക്കെ ഊരി കളഞ്ഞിട്ട് ഇടയ്ക്ക് ഒരു റൗണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇതിട്ടാണ്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ നാട്ടിലെത്തി 800 എടുത്തിട്ട് റൗണ്ട് അടിക്കാൻ ഇറങ്ങിയ കേട്ടോ. സംഭവം ഈ വണ്ടിക്ക് പവർ സ്റ്റിയറിങ് അല്ലാത്തതുകൊണ്ട് ഇച്ചിരി ടാസ്ക് കേട്ടോ. ഇതെടുത്ത് പോകുമ്പോൾ ഉള്ള ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ ഗൈസ് ഇതിൻ്റെ ബ്രേക്ക് കട്ട് ചെയ്യുക, നല്ല ആഞ്ഞ് ചവിട്ടിയാൽ മാത്രമേ ബ്രേക്ക് ആവുള്ളൂ. കട്ടിയല്ലേ, ഇത് ഓടിച്ച ശീലമുള്ളവർക്കൊക്കെയാണ്. പിന്നെ പോയിട്ട് സ്റ്റിയറിങ് പവറല്ല, നമ്മൾ ഇച്ചിരി ബലത്തിൽ തിരിക്കണം. നമ്മളൊരു ഇന്നോവ ഓടിക്കുന്നതിനേക്കാൾ കഷ്ടമാണ് ഇത് ഓടിക്കാൻ. കാണുമ്പോൾ വണ്ടി ചെറുതാണെങ്കിലും
ഓടിക്കാൻ ഇച്ചിരി ടാസ്ക് ഉണ്ട് കേസ്. എപ്പോഴും ഓടിക്കുന്നവർക്ക് ഈസി ആയിരിക്കും, പുതിയതായിട്ട് ഒരാൾ ഓടിക്കുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മളിതെടുത്തിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ഗേസ്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകട്ടോ. സംഭവം ഈ വണ്ടി എടുത്തിട്ട് കുറേ ദിവസമായി ഗേസ്. ഈ വണ്ടി അവിടെ സ്റ്റാർട്ട് ചെയ്യാതെ അനക്കാതെ ഇട്ടേക്ക് വരുന്നു. അപ്പോൾ ഞാൻ എടുത്ത് നൈസായിട്ട് കുറച്ച് ദൂരം ഒന്ന് ഓടിക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ ഒരു 3-4 കിലോമീറ്റർ വന്നു, എന്നിട്ട് ഇനി തിരിച്ചു പോകണം. സംഭവം ഒരു ഫൺ റൈഡിനൊക്കെ പറ്റിയ വണ്ടി കേട്ടോ. ഇച്ചിരി വീല് പുറത്തോട്ട് തെള്ളി നിൽക്കുന്നതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ ഇതിൽ ശ്രദ്ധിക്കും. പിന്നെ പോയിട്ട് പോലീസ് പിടിക്കാതെ മാത്രം നോക്കിയാൽ മതി ചേച്ചി, വേറെ ഇടങ്ങാറൊന്നുമില്ല. പിന്നെ ഇത് എൻ്റെ കസിൻ ചേട്ടൻ്റെ വണ്ടി കേട്ടോ. അവനാണെങ്കിൽ ദുബായിൽ അത് കാരണം അവൻ്റെ വീട്ടിലിപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കലാണ്. അപ്പോൾ അവിടെ ഫുള്ള് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇടങ്ങാറാവുമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ വീട്ടിലിട്ടേക്കാണ്. അവിടെ അതങ്ങനെ ആരും വീട്ടിൽ ഇത് എടുക്കലില്ല. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഇടയ്ക്ക് എടുത്തൊന്ന് ഓടിച്ചു നോക്കിയാണ്. സംഭവം എന്താണെങ്കിലും സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി സ്പീഡ് കൊടുത്തു നോക്കാം ഗൈസ്. കാല് കൊടുത്തു അങ്ങനെ ആവുന്നില്ല കേട്ടോ. ഓ ഗൈസ്, ഇതിന് ടെർബോ ഒക്കെ കുത്തിക്കയറ്റിയിരുന്നത് നമുക്ക് പറപ്പിച്ച് പോകുമായിരുന്നു. സംഭവം സൗണ്ട് സിസ്റ്റം, ഇവന് സൗണ്ട് വണ്ടിയുടെ പുറത്തു നിന്നുള്ള മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ടുണ്ട്. പക്ഷേ എഞ്ചിനിലൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. കാല് കൊടുത്ത് ഞാൻ നോക്കട്ടെ. ഒത്തിരി കാല് കൊടുത്ത് പോയ പ്രശ്നമാണ് ഗൈസ്. ബ്രേക്ക് അത്രയ്ക്കില്ല, ബ്രേക്ക് കണ്ടീഷനല്ല. പിന്നെ ഹാൻഡ് ബ്രേക്കും വർക്കല്ല. ചവിട്ടിയിട്ട് അങ്ങനെ നിന്നില്ലെങ്കിൽ തോട്ടി കിടക്കും. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും നൈസായിട്ട് ആ ഒരു മൂഡായിട്ട് അങ്ങനെ പോവാം. അപ്പോൾ ഇതാ കേട്ടോ എൻ്റെ വീട്ടിലേക്കുള്ള വഴി. ഓ ഗൈസ്, നമുക്ക് പറപ്പിച്ചു പോവാം. ഓ ഗൈസ്, ഇവിടെയൊക്കെ എൻ്റെ കൂട്ടുകാരുടെ വീടാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ നാട്ടിൽ വരുമ്പോൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ല, ആരും നാട്ടിലില്ല ഗൈസ്. അപ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്കാണ്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കും. അതാണ് എൻ്റെ മെയിൻ എൻ്റർടൈൻമെൻറ്റ്. നാട്ടിൽ വരിക, റൂമിൻ്റെ അകത്തിരിക്കുക, അത് തന്നെ പരിപാടി. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ നമ്മളെന്താണെങ്കിലും വീട്ടിലേക്ക് ഓൺ ദ വേ ആണ്. അപ്പോൾ നമ്മുടെ ജംഗ്ഷൻ എത്തും കേട്ടോ. ജംഗ്ഷൻ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാട്ടോ എൻ്റെ വീട്ടിലേക്കുള്ള ജംഗ്ഷൻ. വാവ്, ഇനി നമുക്ക് ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കാം. അയ്യോ, ഗിയറൊക്കെ ഇച്ചിരി കട്ടിയാ. നമ്മൾ തിരിയണോ? ഹായ്, എന്താ അവസ്ഥ? ഓ ഗൈസ്, ഇവിടുത്തെ പിള്ളേർ. ഓ ഗൈസ്, അവിടെ ആരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. ആരാന്ന് പറഞ്ഞൂടെ ഗൈസ്, ആരവിടെ ഇരിക്കണം. അമ്പോ, എന്നാ ചൂടാ ഗൈസ്. ഇതിൻ്റെ അകത്ത് എ സി ഇല്ല. എ സി ഇല്ലാത്ത 800 അപ്പോൾ ഗൈസ്, ഈ വണ്ടിക്കകത്ത് ഒടുക്കലത്തെ ചൂടാണ് കേട്ടോ. ഇപ്പോൾ ചൂടുകാലം കൂടെ ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് എ സി ഇല്ല. എ സി ഇല്ലാത്ത ഒരു പോസ്റ്റുള്ള പരിപാടിയാണ്. പക്ഷേ ഈ വണ്ടി നൈസാണ്, എടുത്ത് ഓടിക്കാൻ നൈസാണ്. ഇച്ചിരി ഓടിച്ച് നമുക്ക് ശീലമായി കഴിഞ്ഞാൽ പിന്നെ സെറ്റാണ്. ആദ്യം ഓടിക്കുമ്പോൾ തിരിക്കാനൊക്കെ ഇച്ചിരി പാടാണ് ഗൈസ്. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റിയറിംഗ് ഈസി ആയിട്ട് തിരിയും. പക്ഷെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് തിരിയാൻ വലിയ കട്ടിയാണ്. അതാണ് എൻ്റെ ഒരു പ്രശ്നം. അമ്പോ, ചേട്ടൻ എവിടെ നോക്കിയോ പാട്ടി. ഗൈസ്, നമ്മളെന്താണെങ്കിലും വീടെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുള്ള് റിവേഴ്സ് എടുക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ അതിനുള്ള പരിപാടിയിലാണ്. അമ്മേ, ഗ്ലാസ് താക്കൂ. ഗൈസ്, ഞാനപ്പോൾ ഇതേ പാർക്ക് ചെയ്യട്ടെ. അമ്മേ ഗൈസ്, അപ്പോൾ അത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പം. അപ്പോൾ നമ്മൾ നാട്ടിലെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും ബാക്കി വീഡിയോകളിൽ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാലോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും. ഓക്കെ, ബൈ ഗൈസ്.